ഏലിയാസ്ലീഹ മൂശാകാലം. ഒന്നാം ന്യായം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുടെ വിശദീകരണം. രൂപാന്തരീകരണം. ഏലിയാസ്ലീഹ മൂശാകാലം ഇന്ന് ആരംഭിക്കുന്നു. ആദ്യത്തെ പ്രവാചകനായ ഏലിയായെ പ്രവാചകരിൽ പ്രവാചകനായിട്ടാണ് യഹൂദജനം കണക്കാക്കിയിരിക്കുന്നത്. കർത്താവിൻ്റെ ദിവസം വരുന്നതിന് മുമ്പ് പ്രവാചകനായ ഏലിയായെ വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും എന്ന വചനം യേശു വീണ്ടും ഇന്ന് ആവർത്തിക്കുന്നതായി കാണുന്നു. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനെന്ന് യേശു സാക്ഷ്യപ്പെടുത്തിയ അവസാനത്തെ പ്രവാചകനായ സ്നാപകയോഹന്നാനായിരുന്നു മുന്നോടിയായ ആ ഏലിയ എന്നതാണ് വാസ്തവം. അതേപോലെ ഇസ്രായേലിന് നിയമം നൽകിയ മോശയും ഇന്നത്തെ വായനയിലെ പ്രധാന കഥാപാത്രമാണ്. പഴയ നിയമത്തിൻ്റെ സാരസമഗ്രമായ പ്രവാചകരും നിയമവും നൽകിയവരിൽ പ്രമുഖരായ ഏലിയായും മോശയും രൂപാന്തരീകരണ വേളയിൽ പ്രത്യക്ഷപ്പെട്ട് യേശുവുമായി സംസാരിക്കുന്നതായും നാം ഇന്ന് വായിക്കുന്നു. അവരുടെ സംസാര വിഷയം എന്തായിരുന്നുവെന്ന് മർക്കോസിൽ കാണുന്നില്ലെങ്കിലും ലൂക്കായിൽ അത് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. അടുത്ത തന്നെ ജെറുസലേമിൽ പൂർത്തിയാകേണ്ട അവൻ്റെ കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത്. യേശു നേരിടാൻ പോകുന്ന കുരിശുമരണമാണ് ഈ കടന്നുപോകൽ. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയാണ്. കുരിശിലാണ് അത് പൂർത്തിയാകുന്നത്. അതിലേക്ക് മനുഷ്യവംശത്തെ ഒരുക്കുന്ന പ്രധാന കണ്ണികളാണ് മോശയും ഏലിയായും. കുരിശുമരണത്തിലൂടെയുള്ള നമ്മുടെ രക്ഷയെ ഓർമ്മപ്പെടുത്തുന്ന ആരാധനാ വത്സരത്തിലെ ഏറ്റവും നീളമേറിയ കാലഘട്ടമാണ് ഏലിയാസ്ലീഹ മൂശാകാലം. ജോർദാൻ നദിക്കരയിൽ സംഭവിച്ചതുപോലെ താബോർ മലയിലും സ്വർഗം തുറക്കപ്പെടുകയും മേഘക്കീറുകൾക്കിടയിൽ നിന്നും ദൈവത്തിൻ്റെ സ്വരം വീണ്ടും മുഴങ്ങിക്കേൾക്കുകയും ചെയ്തു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. യേശു സഹിക്കാൻ പോകുന്ന അവഹേളന വേളയിലും പീഡാസഹനത്തിലും ശിഷ്യന്മാർ ഇടറാതിരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഈ രൂപാന്തരീകരണപ്പെടലത്രേ. മനുഷ്യരൂപം വിട്ടെറിഞ്ഞ് ദൈവരൂപം പ്രാപിക്കുന്ന ഈ പ്രക്രിയയെ മെറ്റമോർഫാത്തെ എന്ന പേരിലാണ് വിശേഷിപ്പിക്കുന്നത്. സത്താപരമായ മാറ്റമാണിവിടെ സംഭവിക്കുന്നത്. താബോർ മലയുടെ നിശബ്ദതയിലാണ് ഇത് സംഭവിക്കുന്നത്. ഏകാന്തത ആവശ്യമുള്ളപ്പോഴൊക്കെ യേശു മലമുകളിലേക്ക് പോകുന്നതായി സുവിശേഷത്തിൽ പലയിടത്തും നാം വായിക്കുന്നു. തൻ്റെ ജീവിതാവസാന സമയമായി എന്നറിഞ്ഞ യേശു ഒന്നാം പ്രവചനം നടത്തുന്നതും അത് ഉൾക്കൊള്ളാനാകാതെ പത്രോസ് തടസ്സവാദ്യം ഉന്നയിക്കുന്നതുമായ ഭാഗം തൊട്ടുമുമ്പ് നാം വായിക്കുന്നു. അതിനു തൊട്ടുമുമ്പാണ് നീ ക്രിസ്തുവാണ് എന്ന വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നതും പിതാവായ ദൈവമാണ് നിനക്കത് വെളിപ്പെടുത്തിയതുമെന്നുമൊക്കെയുള്ള ഭാഗങ്ങൾ നാം വായിക്കുന്നത്. എന്നിട്ടും അവരിലൊന്നും അതിസ്വാഭാവികമായ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ യേശു ഒരൊറ്റ അവസാന ശ്രമമായിട്ടായിരിക്കാം തൻ്റെ യഥാർത്ഥ രൂപം അവർക്ക് കാട്ടിക്കൊടുക്കുന്നത്. എന്നാൽ ഹൃദയ പരിവർത്തനയേക്കാൾ അത് പൂർണ്ണമാകുകയും സ്വന്തമാക്കണമെന്ന ചിന്തയിലാണ് നമുക്കിവിടെ 3 കൂടാരങ്ങൾ പണിയാമെന്ന മോഹം അവർക്കുണ്ടാകുന്നത്. നമ്മുടെ പ്രാർത്ഥനാനുഭവങ്ങളും ഇപ്രകാരം തന്നെ താൽക്കാലിക അനുഭൂതികൾ മാത്രമായി അവശേഷിക്കുന്നു. അനുദിന കുടുംബ പ്രാർത്ഥനയാകട്ടെ ദേവാലയ കർമ്മങ്ങളാകട്ടെ വെറും ചടങ്ങുകൾ മാത്രമായി അവശേഷിക്കുകയാണ്. കുറേ ശബ്ദകോലാഹലങ്ങളും ബാൻഡുവാദ്യങ്ങളും വെടിക്കെട്ടും മറ്റുമായി ഒരു ശരാശരി വിശ്വാസി ധരിച്ചു വച്ചിരിക്കുന്ന ഭക്തി പ്രകടനങ്ങൾ, ഒപ്പം കുറേ അത്ഭുത പ്രവർത്തന കഥകളുമുണ്ടെങ്കിൽ പരിപൂർണ സംതൃപ്തിയായി. 10 ആൾ കൈമാറിക്കഴിയുമ്പോൾ അത് അസ്വാഭാവികവും അതിഭാഗതത്വം നിറഞ്ഞ എല്ലാ കഥകളായി രൂപാന്തരപ്പെടും. ആ മാസ്മരിക സുഖശുപ്തിയിൽ ആറാടി മയങ്ങിക്കിടക്കുകയാണ് ദൈവജനം. യഥാർത്ഥ പ്രാർത്ഥനാനുഭവത്തിലേക്ക് വളരാൻ നാം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. യേശുവിന് മലമുകളിൽ എന്ന പോലെ നമുക്കൊരു പ്രാർത്ഥനാ സങ്കേതമുണ്ടോ? സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ ഹിന്ദു കുടുംബങ്ങളിൽ മാറ്റിവെക്കപ്പെട്ടതുപോലെ ഒരു പ്രാർത്ഥനാ മുറി നമ്മുടെ ഗൃഹങ്ങളിൽ ഉണ്ടാകേണ്ടതല്ലേ? ശബ്ദകോലാഹലങ്ങളും സീരിയലുകളും മൊബൈൽ ഫോണുമൊക്കെ മാറ്റിവെച്ച് ദൈവവുമായി സ്വസ്ഥമായി സംവാദിക്കാൻ നമുക്കാകുന്നുണ്ടോ? അവിടെ നിന്ന് പുറത്തു കടക്കുമ്പോൾ ദൈവിക ചൈതന്യത്തിൻ്റെ ഒരു പ്രഭാപൂരം ഒന്നാമത്തെ വായനയിൽ എന്ന പോലെ നമ്മുടെ ചുറ്റും നിറയപ്പെടുന്നുണ്ടോ? നമ്മുടെ നോട്ടത്തിലും ചേഷ്ടകളിലും സംസാരത്തിലും സൗമ്യതയിലും ശാന്തതയിലും വിളയാടുന്നുണ്ടോ?
നമ്മുടെ ജീവിതത്തിൽ അനുദിനം രൂപാന്തരീകരണം സംഭവിക്കുന്നുണ്ടോ? അന്ന് പത്രോസും യാക്കോബും യോഹന്നാനും കണ്ണുകൾ കൊണ്ട് കണ്ട് അനുഭവിക്കാൻ കഴിഞ്ഞ മറുരൂപപ്പെടൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. ഇന്നും ദൈവത്തിൻ്റെ സ്വർഗത്തിലെ തീക്കട്ടിയായി നമ്മുടെ നാവിൽ നാം അത് സ്വീകരിക്കുന്നുണ്ട്. അത് സ്വീകരിക്കുമ്പോൾ നമ്മിലുള്ള അശുദ്ധി മുഴുവൻ കത്തി എരിയപ്പെടണം. ഈ കാലത്തിൽ എപ്പോഴെങ്കിലും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ അപ്പം യഥാർത്ഥത്തിൽ യേശുവിൻ്റെ മറുരൂപമാണെന്ന അനുഭവം നമുക്കുണ്ടായിട്ടുണ്ടോ? ഈ ലോകത്തിലെ വേറെ ഒരു അത്ഭുതവും ഇതിനേക്കാൾ വലുതായിട്ടില്ല. ഓരോ ദിവ്യകാരുണ്യത്തിലൂടെയും യേശു രൂപാന്തരീകരണം നമ്മിൽ സംഭവിക്കണം. മാനസാന്തരപ്പെട്ട പൗലോസ് വിളിച്ചു പറഞ്ഞു, ഇനി ഞാനല്ല, യേശുവാണ് എന്നിൽ ജീവിക്കുന്നത്. വഞ്ചിച്ചെടുത്തതിൻ്റെ 4 ഇരട്ടി ഞാൻ തിരികെ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സക്കേവൂസിനോട് യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നല്ല കള്ളൻ പാപിയെന്ന് സ്വയം അംഗീകരിച്ചപ്പോൾ അവന് പറുദീസ വാഗ്ദാനം ചെയ്യപ്പെട്ടു. പാപിനെ കാൽ കഴുകി മുടി കൊണ്ട് തുടച്ചപ്പോൾ നിന്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ തള്ളിപ്പറയുകയും ഓടിപ്പോവുകയും ചെയ്ത ശിഷ്യരെ പന്തക്കുസ്ത നാളിൽ പുതിയ സൃഷ്ടികളാക്കി ദൈവം മാറ്റി. എന്നാൽ മാനസാന്തരത്തിലേക്ക് തിരിച്ചു വരാത്ത ഒറ്റുകാരനായ യൂദാസ് രക്ഷപ്പെടാൻ സ്വയം മനസ്സായില്ല. കെട്ടിത്തൂങ്ങിയ അവൻ താഴെ വീണ് കുടൽമാലകൾ പുറത്തു ചാടി ഭീകരമരണം ഏറ്റുവാങ്ങി. കടും ചുവപ്പായ ഏത് ഘോരപാവവും വെൺമഞ്ഞുപോലെ പുതുജീവൻ നൽകി തൂവെള്ളയാക്കുവാനാണ് യേശു സ്വയം ബലിയായത്. സത്തയിൽ ദൈവികത വന്നു നിറയുമ്പോൾ മനുഷ്യൻ ദൈവികനായി മാറും. അത് നഷ്ടപ്പെട്ടാൽ പൈശാചികത്വവും. ലിയനാർഡോ ഡാവിഞ്ചിയുടെ പ്രശസ്തമായ അവസാന അന്ത്യത്താഴത്തിൻ്റെ ചിത്രം ഇതേപോലെ ഒരു കഥ പറയുന്നുണ്ടല്ലോ. ഏറെ നാളത്തെ അന്വേഷണത്തിന് ശേഷമാണ് ഒരു അഭയകേന്ദ്രത്തിൽ നിശബ്ദ സേവനം ചെയ്തിരുന്ന ഒരു വ്യക്തിയെ യേശുവിൻ്റെ മോഡലായി ചിത്രകാരൻ കണ്ടെത്തിയത്. പിന്നീട് യൂദാസ് ഒഴികെ എല്ലാ ശിഷ്യരെയും വരച്ചു തീർത്തു. പക്ഷേ യൂദാസിൻ്റെ കൗര്യം നിറഞ്ഞ മുഖം തേടി പിന്നീടും അയാൾ ഏറെ അലഞ്ഞു. അവസാനം കണ്ടെത്തിയ മോഡലാകട്ടെ പിന്നീട് തെറ്റിൻ്റെ വഴി പിഴച്ച ജീവിതത്തിലേക്ക് വീണുപോയ യേശുവിൻ്റെ ആദ്യ മോഡലായിരുന്ന അതേ ആൾ തന്നെയായിരുന്നു എന്ന വിരോധാഭാസം നിറഞ്ഞ ഒരു കഥ ചിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടല്ലോ. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് വീണ്ടും തൻ്റെ പൂർണ്ണ ഛായ വീണ്ടെടുത്തു കൊടുക്കുവാനാണ് യേശു വന്നത്. അതിനായി സ്വയം കുരിശിലേറിയ യേശുവിൻ്റെ പാതയിലാണ് രക്ഷയുടെ ഏക പാതയെന്ന് തിരിച്ചറിയുവാനും അങ്ങനെ മറുരൂപപ്പെട്ട പുതിയ സൃഷ്ടികളായി മാറ്റുവാനുമുള്ള ദൃഢനിശ്ചയം ചെയ്യുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വന്നു നിറയട്ടെ.